ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ തണുപ്പൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഇത്രയും എക്സ്ട്രീം വെതർ ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കുട്ടികളെയൊക്കെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ കൊടും തണുപ്പത്ത് പുറത്തിറങ്ങുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഫിൻലാൻഡ് എന്ന് പറയുന്നത് നല്ല എക്സ്ട്രീം വെതർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വിൻ്റർ ആണെങ്കിൽ പറയാൻ വേണ്ട, -20, -30 ഒക്കെ വരെ പോകും. അത് ഓരോരോ സ്ഥലങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്ന് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ -50 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും തണുപ്പത്ത് എങ്ങനെയാ കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നത്, ഈ സ്നോയിൽ കളിക്കുന്നത് എന്നൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടുത്തെ പാരന്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. കുട്ടികളെ കുഞ്ഞിലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഓരോ ആക്ടിവിറ്റീസായിട്ട് എൻഗേജ് ചെയ്യിക്കാറുണ്ട്. അവരോടൊപ്പം തന്നെ മുതിർന്നവരും ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആവാറുണ്ട്. തണുപ്പൊരു പ്രശ്നമല്ല, തയ്യാറാകാതിരിക്കുകയാണ് പ്രശ്നം എന്നൊരു ചിന്താഗതിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പ്രോപ്പർ വിൻ്റർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആൾക്കാർ ഇവിടെ പുറത്തിറങ്ങാറ്. ഇവിടുത്തെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് ഐസ് ഫിഷിംഗ്. വിൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലുകളും കായലുകളും എല്ലാം ഫ്രോസൺ ആവും. അപ്പോൾ എന്താ ചെയ്യാറെന്നോ, ഒരു ടൂളും കൊണ്ട് ആൾക്കാരങ്ങോട്ട് ഇറങ്ങും മീൻ പിടിക്കാനായിട്ട്. നല്ല ക്ഷമ വേണം കേട്ടോ ഇതിന്. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും മീൻ കിട്ടാനായി. കടലിന്റെ മുകളിൽ കൂടെ കാർ ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും ഇവിടെയുള്ള ചിലരുടെ വിനോദങ്ങളാണ് കേട്ടോ. അത് തികച്ചും ഒരു സാഹസികത തന്നെയല്ലേ. പിന്നെ ഒരു സ്പോർട്സ് ഗെയിമാണ് സ്കീയിങ്. സ്കീയിങ് ഷൂസ് അല്ലെങ്കിൽ സ്കീയിങ് ബോർഡ്സ് കൊണ്ട് കളിക്കുന്നതാണ് സ്കീയിങ്. ഫിൻലൻഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ് ഐസ് ഹോക്കി. ഇവിടുത്തെ കുട്ടികൾ കുഞ്ഞിലെ തന്നെ ഐസ് ഹോക്കി പഠിക്കും. ഇന്റർനാഷണൽ മാച്ചിൽ ഫിൻലൻഡ് ടീം വളരെ സ്ട്രോങ് ആണ്. ഇത്രയും തണുപ്പുള്ള കാലാവസ്ഥയിലും ആളുകൾ ആക്റ്റീവായും എനർജറ്റിക്കായും ജീവിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ ഐസ് ഹോക്കി. ഇത്രയും തണുപ്പുള്ള കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരം മുഴുവൻ ചൂടാക്കുന്ന ഒരു ഫിന്നിഷ് ട്രഡീഷണൽ ബാത്താണ് സൗന. ഫിൻലൻഡിലെ തണുപ്പ് ചിലപ്പോൾ കഠിനമായിരിക്കാം, പക്ഷേ ആ തണുപ്പിൻ്റെ നടുവിൽ ആകാശം നൃത്തം ചെയ്യുന്ന നോർത്തേൺ ലൈറ്റ്സ് ഉണ്ടല്ലോ, അതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഇതുപോലുള്ള ഐറ്റംസ് കൊണ്ടാണ് സ്ലെഡിങ് ചെയ്യാറ്. എവിടെയാ പോകുന്നത് നിങ്ങൾ 3 പേരും കൂടെ? സ്ലെഡിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതൊക്കെയാണ് വിന്ററിന് ഇവിടെ ഉള്ള കുറച്ച് ആനന്ദങ്ങൾ. അപ്പൊ സ്ലെഡിങ് ചെയ്യാൻ പോവാണ്. ആദ്യം അപ്പഴും നമ്മളോടൊന്നും ചോദിക്കാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാ. കുട്ടി അങ്ങ് വരെ പോയി, സ്ലെഡ് ചെയ്ത് അങ്ങ് വരെ പോയി. അത് കുറച്ച് തള്ളായി പോയില്ലേ? ഒന്നും കൂടെ പറ. വണ്ടർലൈനിലെ ഒരു റൈഡ് കയറിയ ഒരു സന്തോഷമാണ് മക്കൾക്ക്. ഇതാ നമ്മുടെ ഇക്ക സ്ലൈഡിങ് ചെയ്യാൻ പോവാണ്. ഇക്ക ഞാനൊന്ന് സ്ലെഡിങ്ങിന് പോയിട്ട് വരാവേ. ഓക്കെ, പോയി. ഇത് പിള്ളേർക്ക് പറഞ്ഞ പണിയാണ്. കണ്ടായിരുന്നോ? ഞാൻ വീണില്ല. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഫ്രീ ആദ്യം പപ്പ എങ്ങനെ പോവാൻ പോവാണ്. എന്റെ കൈ നടക്കുന്നു, പെട്ടെന്നാട്ടെ. ഓക്കെ, തള്ളണോ? തള്ളിക്കോ.
ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സ്ലെഡിങ് ആക്ടിവിറ്റി ചെയ്തു. ആൾക്കാരിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾ തന്നെ അവിടെ നിന്ന് മാറാണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, ഞങ്ങൾക്ക് ഒന്ന് പെയറായിട്ട് പോയാലോ എന്ന്. അങ്ങനെ ഞാനും കൃഷ്ണനും കൂടെ ഒന്ന് പെയറായിട്ട് പോവുക. വഴിയിൽ ജെന്നയും അഫ്രയും നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ചെന്ന് കൊളൈഡ് ചെയ്തു. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. വരുന്ന വഴിയിൽ ആരും നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവരാണെങ്കിൽ മാറുന്നില്ലായിരുന്നു. പിന്നെ കുഴപ്പമൊന്നും പറ്റില്ല കേട്ടോ. ദെൻ കോമ്പറ്റീഷനാണ്, ആരാദ്യം എത്തുമെന്നുള്ളത്. 4 പേരും 4 വഴിക്കാണ് പോയത്. വെയിറ്റ് കുറഞ്ഞ ഒരാൾ ഒരു സൈഡ് ഡയറക്ഷനിലോട്ട് പോയി. ജെന്നയാണ് കേട്ടോ പോയത്. സുഹൈൽ ഇതിൽ പ്രൊഫഷണലായിട്ട് മാറിയിട്ടുണ്ട്. അവൻ നേരെ ചെന്നെത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ എത്ര ചെയ്തിട്ടും ഒരു സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ പോയാലും നേരെ അങ്ങ് എത്തില്ല. ഒരു സൈഡിലോട്ട് അങ്ങ് മൂവ് ചെയ്ത് അവിടെ ചെന്ന് നിൽക്കുമായിരുന്നു. ഇത് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളിയാ? എങ്ങനെയാ ഇത് ചെയ്യേണ്ടത്? അവിടെ ചെല്ലും. അങ്ങനെ സൺസെറ്റ് ആയപ്പോഴേക്കും കുട്ടികളെ കൊണ്ട് ഞങ്ങൾ മടങ്ങാമെന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, ഞങ്ങൾ പ്രിൻസേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫിൻലാൻഡ്. അപ്പോൾ പ്രിൻസേട്ടൻ ഒരു ഇഗ്ലു ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ട്, ഞങ്ങൾ മലയാളീസ്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അകത്ത് പോയിട്ട് കാണാം. പ്രിൻസേട്ടൻ്റെ വീട്ടിലെ പുറകുവശത്തായിരുന്നു ഇഗ്ലു ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഇഗ്ലു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാ മലയാളീസിനെയും പ്രിൻസേട്ട ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഗ്ലു ഹൗസ് കാണാനായിട്ട്. മഞ്ഞ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അത്ഭുതകരമായ വീട് തന്നെയാണ് കേട്ടോ ഇഗ്ലു. മഞ്ഞ് ബ്ലോക്സായി കട്ട് ചെയ്ത് വൃത്താകൃതിയിൽ പണിയുന്ന ഒരു സ്നോ ഹൗസാണ്. പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് എസ്കിമോസ് താമസിക്കുന്ന വീടാണ് ഇഗ്ലു എന്നുള്ളത്. അന്നൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്നുള്ളത്, ഇവരെങ്ങനെയാണ് ഇഗ്ലുവിൽ താമസിക്കുക, ഇത്രയും തണുപ്പുള്ള സ്നോ കൊണ്ടുണ്ടാക്കിയ ഇഗ്ലു ഹൗസിൽ എങ്ങനെ അവർ താമസിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോഴല്ലേ അറിയുന്നത് മഞ്ഞിയുടെ നാച്ചുറൽ ഇൻസുലേറ്റർ ആണെന്നുള്ളത്. ഇഗ്ലൂവിനെ പറ്റി ഇതിന്റെ ഇഗ്ലു എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അതിശൈത്യമുള്ള നാടുകളിൽ ഇത് ചെയ്യുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹണ്ടിങ്ങിന് പോകുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ പോകുന്ന ആൾക്കാർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു -24 പുറത്തെ ടെമ്പറേച്ചർ എങ്കിൽ ഒരു ഇഗ്ലൂവിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ -5 ഫീൽ ചെയ്യുന്നത്. അപ്പം സാധാരണഗതിയിൽ മഞ്ഞ് ഉപയോഗിച്ച് ചെയ്യുന്നു. ഇത് നമ്മൾ ആ ഒരു ഫീൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ബലൂൺസിനകത്ത് വെള്ളം നിറച്ച് നമ്മൾ ചെയ്തേക്കുന്നതാണ്. ആക്ച്വലി ഇത് കാടിനുള്ളിലൊക്കെയാണ് സാധാരണ ഇതിൽ ആൾക്കാർ ചെയ്യുന്ന സ്നോ ഉപയോഗിച്ചിട്ട്. ഇത് നമ്മൾ ചുമ്മാ ഇവിടെ വന്ന് ഫിലിൻ്റെ വന്നിട്ട് കുറേ വർഷമായി ഇതൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നമ്മൾ ചെയ്തു. വാങ്ങിച്ചോ? പ്രിൻസേട്ടൻ്റെ മക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലോഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം വാങ്ങി കുടിച്ച് ഇഗ്ലുവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നു. ജോണിക്കുട്ടിയാണെങ്കിലോ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഡ്രസ്സിൽ വന്ന ആളാണ് നമ്മുടെ. പിന്നെ ആരെങ്കിലും പറയുമ്പോൾ ശരിക്കും പറയുമല്ലോ, ഈ തൊപ്പിയിട്ട ആളാണ്. എല്ലാ മലയാളീസും വന്നിരിക്കുന്നത് നമ്മൾ എന്തിനാണ് ചോദിക്കൂ? ഇഗ്ലു, പിള്ളേരുടെ ഇഗ്ലു ഉദ്ഘടിക്കാൻ പോവുകയാണ്. പള്ളി മുറിച്ചുദ്ഘടിക്കാൻ പോവാണ്. കട്ട് ചെയ്തവർക്ക് ഒരു ടീച്ചർ ഫ്രണ്ട് കൂടുതലുണ്ടോ? അതെ, വലതുകാലം വെച്ച്
മാറിക്കൊടുക്ക, അക്ക മാറിക്കൊടുക്ക. സ്നോയും വെള്ളം കൂടെയും കൂട്ടിക്കുഴച്ച് ചാമ്പാക്കി. ബലൂണിന്റെ പണി ഒരാഴ്ച മുന്നേ തുടങ്ങിയായിരുന്നു. അത് പുറത്ത് നല്ല ടെമ്പറേച്ചർ ഉള്ള സമയത്തായിരുന്നു വെച്ചത്. നല്ല ഐസ് ബോൾ ആയിട്ടുണ്ട്. അതിനെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് സംഭവം എന്നാലും കളർഫുള്ളാക്കി നമുക്ക് കാണാൻ പറ്റി. സന്തോഷം. ഞങ്ങളെല്ലാവരും 1 by 1 ആയിട്ട് ഇഗ്ലൂ ഹൗസിനകത്ത് കയറി ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിട്ടുണ്ട്. നല്ല മാമായിട്ടുണ്ട്. നല്ല ചൂടാണ്. ഞങ്ങക്ക് തണുത്തിട്ട് വന്ന് ഇവിടെ നിക്കണാണ് എന്റെ ഉള്ളില്. അതെ സത്യമായിട്ട് നല്ലൊരു വണ്ടർഫുൾ. അപ്പോ റിയലായിട്ട് ഇഗ്ലു കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇഗ്ലു എന്ന് പറയുന്നത് ഞങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇഗ്ലുവിനെ പറ്റി. പക്ഷെ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. എന്താണ് അല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. മുന്നേ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു ടൂർ പോയപ്പോ അത് മറ്റേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരെണ്ണം കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് അങ്ങനെ കാണാം. നല്ല ഭംഗിയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. വീട്ടിലേക്ക് മടങ്ങും വഴി ഞങ്ങൾ കണ്ട കാഴ്ചയാണിത്. കുറേ കുട്ടികൾ അവിടെ നിന്ന് ഐസ് ഹോക്കി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ കൗതുകത്തോടെയാണ് നോക്കി നിൽക്കാറ്. രാത്രിയായാലും വീട്ടിൽ മടി പിടിച്ച് കിടക്കാതെ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആയിട്ടിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഡേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ട്രെൻഡിങ് റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ഫ്രോസൺ സീലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട സ്കൈയുടെ ഒരു കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീരുവായ ഒരു കുട്ടിയാണ്. കടൽ പിളർന്ന് അകത്ത് താഴോട്ട് പോകുമെന്നുള്ള പേടിയിൽ ഒട്ടും വരാണ്ട് മടിച്ച് അവിടെ നിൽക്കുവാണ്. കാണിച്ചോളൂ. ഒരു ഡ്രോൺ ഷോട്ടാണ് ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത്. ഇന്നത്തെ വെതറും -19 ആണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നോ ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും സ്നോയൊക്കെ ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്ന സ്നോ ആയിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ഹാർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോൾ ചെയ്തിട്ടുള്ളൊരു റീലായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ തല വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നല്ല പെയിൻഫുള്ളായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് കുറേ നേരം നിന്നു. അഫ്രിമോൾ ഒരു സൈഡിൽ കൂടെ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഞങ്ങൾക്ക് മനസ്സിലായി പണി പാളിയെന്നുള്ളത്. കാരണം കുട്ടികൾക്ക് അപ്പോൾ തന്നെ കൈയും കാലും മരവിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ, ചുമ്മാ ഒന്ന് ഡ്രോണൊക്കെ പറത്തിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡ്രോൺ പറത്താനുള്ള ശ്രമത്തിലാണ്. ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല. ഡ്രോൺ ഷോട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. പക്ഷെ തണുപ്പ് കാരണം പറ്റുന്നില്ല. എന്നെ കാണിക്കും. വല്ലതും നടക്കോ? പറക്കും. ജന കരഞ്ഞോണ്ടിരിക്ക. ജനക്ക് താണത്തിട്ട് നിക്കാൻ വയ്യ. ജനക്ക്
പക്ഷെ ചെന്നൈയുടെ ഒപ്പം ഇതൊക്കെ എന്താണെന്ന് കാണിച്ചോണ്ട് മനസ്സിലാവുന്നില്ല. തീവ്രവാദിയാണോ? കറങ്ങി ഗൈസ്. ശരിക്കും കൺപീലി ഐസായിരുന്നെങ്കിൽ നല്ല നമ്മളൊരു റീൽ എടുക്കാൻ വേണ്ടി വന്നതാണ് ഐസില്. ബട്ട് ഇവിടുത്തെ തണുപ്പ് കാരണം സ്നോ ഒന്നും ഇല്ലാത്ത സ്നോ ചെറുതായിട്ട് മരവിച്ച് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോയിട്ട് വേറൊരു ദിവസം വരാന്നുള്ളത്. ജ്യോതി വന്നില്ല, തീ വന്നില്ല, മണ്ണാങ്കട്ട വന്നില്ലെന്ന് പറഞ്ഞ പോലെ നമ്മള് ഡ്രോൺ പറത്തുക ആ ഒരു പ്ലാൻ എക്സിക്യൂഷൻ നടന്നില്ല. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുകയാണ്. നിൽക്കാൻ പോലും പറ്റുന്നില്ല, കാൽവിരലൊക്കെ തണുത്താണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.